അതിനോട്ടാ ഇപ്പം മുസ്ലിം ലീഗിന് വലിയൊരു പ്രിവിലേജ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ UDF-നകത്ത്. തീർച്ചയായിട്ടും. കാരണം ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ഒരു പാർട്ടി, UDF-നെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു പാർട്ടി. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മത്സരിച്ചാൽ പോലും അവർക്ക് തട്ടുകേടുണ്ടാകാത്ത രീതിയിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റുന്ന ഒരു പാർട്ടി തന്നെയാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം അവർ ചോദിക്കുകയാണ്. ഇപ്പോൾ KN ഖാദർ അടക്കം ഈ പറയുന്ന അവരുടെ പല നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ET മുഹമ്മദ് ബഷീർ ഇവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്ന ഒന്ന് വേണം. ഇതിനു മുമ്പ് എന്തോ ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്ത് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണോ എന്നങ്ങോട്ട് ചോദിച്ചപ്പോഴും വേണ്ട എന്ന് പറഞ്ഞവരാണ് ലീഗുകാർ എന്ന് കുഞ്ഞാലിക്കുട്ടിയും പറയുകയും ചെയ്തു. പറയുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തും ഉണ്ടായ വാക്കാണത്. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് എത്രത്തോളം അർഹമാണ്? അർഹമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അർഹമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്താ അങ്ങനെ പറയാം, കേരള കോൺഗ്രസ് പോയതിനു ശേഷമാണ് കോൺഗ്രസിൽ ലീഗ് ഇത്രയും എമ്മിന്റെ പോക്കോടുകൂടി പ്രമാദിത്വം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉപമുഖ്യമന്ത്രി ആവേണ്ടത് KM മാണിയാണ്. അതെ. അതിനുശേഷമാണ് ഇങ്ങനെ ലീഗ് ഇപ്പോൾ ഓരോ ഇലക്ഷൻ വരുമ്പോൾ ലീഗ് സ്വാഭാവികമായിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇലക്ഷന് കോൺഗ്രസിന് വിജയസാധ്യത ഉണ്ടെന്ന് പറയുന്നു. അവർ പ്രതീക്ഷയിൽ വീണ്ടും ഇത് ഉയർത്ത് വന്നിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി എന്നുള്ളത് ഉയർന്നു വന്നിട്ടുണ്ട്. അവരെത്രത്തോളം ഇതിന് അർഹരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു മറുപടി പറയാൻ എനിക്ക് അറിയില്ല. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങൾ തീരുമാനിക്കണം. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാലോ അതിന് മുമ്പ് ഇപ്പോൾ ഉമ്മൻചാണ്ടി കേവല ഭൂരിപക്ഷം മാത്രം കിട്ടിയൊരു കാലം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി അധികാരത്തിൽ കയറുന്നൊരു സമയം. അന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിജയിച്ചിരിക്കുന്ന ലീഗിന്റെ സ്ഥാനാർത്ഥികളായിരുന്നു. കോൺഗ്രസിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടിയിരുന്നത് ഇവർക്ക് ലീഗിന് തന്നെയായിരുന്നു. അങ്ങനെ ഒരു കാലാവസ്ഥയുള്ളപ്പോൾ ഇവർക്ക് അങ്ങനെ ചോദിക്കാൻ ഒരു അർഹത ഇല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോൾ അവർ അർഹിക്കുന്നുണ്ട്. ഇപ്പം മഹാരാഷ്ട്രയൊക്കെ നോക്കി കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ഇപ്പം മരിച്ചുപോയ ശരത് പവാറിന്റെ അനന്തരവന്റെ വൈഫ് ഇപ്പം ഇന്നലെ ഉപമുഖ്യമന്ത്രിയായിട്ട് അവർക്കും ഈ പറഞ്ഞതിൻ്റെ കൂട്ട് അവരില്ലെങ്കിൽ പോലും ഭരിക്കാനുള്ള ഭൂരിപക്ഷം BJP ഗവൺമെന്റ് ഉണ്ട്. ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ പിന്തുണ ഉള്ളിടത്തോളം. പക്ഷേ എങ്കിലും അവർക്ക് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ലീഗ് തന്നെയാണ് അർഹനാണെന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ അന്ന് എനിക്ക് തോന്നി ഈ തൂക്കുമന്ത്രിസഭയിലേക്കൊക്കെ പോകുന്നതിന്റെ ഒരു കാരണം ലീഗിന്റെ ഒരു പിന്തുണയുടെ പുറത്താണ് കോൺഗ്രസ് ഇന്നും നിലനിൽക്കുന്നത് കേരളത്തിൽ. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എത്ര സീറ്റ് കിട്ടും? അതെ, അതും കൂടി ചിന്തിക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇല്ല. ഇപ്പോൾ ഉള്ള സീറ്റുകൾ പോലും ഉണ്ടാവത്തില്ല കോൺഗ്രസിന്. കാര്യം മലപ്പുറം എന്ന് പറയുന്ന ഒരു മേഖലയിൽ എനിക്ക് തോന്നുന്നു അവിടെ ഒരു മണ്ഡലം കോൺഗ്രസിന് ഒരു മണ്ഡലം ഉണ്ടെന്ന് തോന്നുന്നു അവിടെ മത്സരിക്കാൻ. അപ്പോൾ അവിടെ പോലും ഈ പറയുന്ന നേട്ടം ഉണ്ടാക്കാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. ഇനി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം ലീഗിന് 25 സീറ്റുണ്ട് അല്ലെങ്കിൽ 22 സീറ്റുണ്ട് എന്നുള്ളത് ഇപ്പം ഒരു ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ കേരള ജനത അംഗീകരിക്കണം. ഒരു ജില്ല മാത്രം അംഗീകരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ SNDPക്ക് എതിർപ്പുണ്ടാവും, NSSന് എതിർപ്പുണ്ടാവും. വെള്ളാപ്പള്ളി അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി നോക്കുന്നത് ഈ ഒരു ഭയം കൊണ്ടാണ്. അതില് നമ്മൾ മനസ്സിലാക്കേണ്ട വെള്ളാപ്പള്ളി ലീഗിനെതിരായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് കൂടുതൽ. പലപ്പോഴും നമ്മൾ തിരിച്ചറിയാത്ത പോയതിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മുസ്ലിംസിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് ലീഗിനെയാണ്. അതെ, ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലഘട്ടത്തിൽ പുള്ളിക്ക് അങ്ങനെ ഒരു ഭയം ഉണ്ടെന്ന് തോന്നുന്നു. ലീഗ് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമോ വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന്റെ കയ്യിലാവോ എന്നൊക്കെയുള്ളൊരു ഭയം പുള്ളിക്കുണ്ട്. അതുപോലെ തന്നെ NSSനും ആ ഒരു ഭയമില്ല. തീർച്ചയായിട്ടും NSS പുറമെ കാണിക്കുന്ന തീർച്ചയായിട്ടും ആ ഒരു ഭയമുണ്ട്. അതുകൊണ്ടാണല്ലോ അവര് ഒന്നിക്കാനൊക്കെയുള്ള തീരുമാനം എടുത്തതും. അതെ, പിന്നീട് അതൊരു തെറ്റായ തീരുമാനമാണെന്ന് മറ്റേ സംഘപരിവാറിനെ ഒളിച്ചു കടത്തുന്ന ഒരു നയമാണെന്ന് തോന്നിയോണ്ടായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ അവർ ഒന്നായി കഴിഞ്ഞാൽ കൂടുതലും സഹായിക്കുന്നത് BJP ആയിരിക്കും. ഹിന്ദു ഏകീകരണം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടുന്ന എപ്പോഴും BJPക്ക് ആയിരിക്കും. അല്ലാതെ UDF-ന് പ്രയോജനം ചെയ്യില്ല. അത് ഭാവിയിൽ തീർച്ചയായിട്ടും ആ വോട്ടുകളെല്ലാം BJPയിലെ കീശയിലോട്ട് പോകും, കീശയിലേക്ക് എത്തും. പക്ഷേ ലീഗിന്റെ ആ ഒരു സാന്നിധ്യം ആ രീതിയിലുള്ള ഒരു ഹിന്ദു വോട്ട് ഏകീകരണത്തിന് തടസ്സമായി വരാൻ സാധ്യതയില്ലേ? അതായത് അങ്ങനെ ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി നിലനിൽക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ അങ്ങനെ ഒരു ഏകീകരണം ഉണ്ടാകാത്ത രീതിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചു തുടങ്ങിയല്ലോ. പല മണ്ഡലങ്ങളിലും നമ്മൾ വോട്ടിംഗ് ശതമാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് BJPയുടെ വളർച്ചയും. പലയിടങ്ങളിലും കാണുന്നത് ആ ഒരു വളർച്ച ഏകദേശം ഹിന്ദു വോട്ടുകൾ പലയിടത്തും ഏകീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഹിന്ദു ജനത തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതിനകത്തുള്ള അതൊരു വലിയ പ്രശ്നമാണ്. പ്രശ്നമാണത്.
കാര്യം കേരളത്തിൽ ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഏകീകരണം ഉണ്ടായി കഴിയുമ്പോൾ ഈ ഇടത് വലത് മുന്നണി എന്ന് പറയുന്നതിന് പ്രസക്തിയില്ലാതെ വരും. പ്രസക്തിയില്ലാതെ വരികയും അതിന് പകരം NDAക്ക് ഒരു വലിയ പ്രാമുഖ്യം ലഭിക്കുകയും ചെയ്യും. അതൊരു വളരെ അപകടമായിട്ടുള്ള കാര്യമാണ്. മതേതരത്വം, അതായത് നമ്മളിപ്പോൾ കേരളത്തിൽ പല സംസ്ഥാനങ്ങളിലും ചെയ്യുന്ന പോലെ ഇനിയിപ്പോൾ കേരളത്തിൽ വോട്ട് പിടിക്കണമെങ്കിൽ വർഗീയത പറയണമെന്ന് പറയുന്നത്. വർഗീയത പറയേണ്ട, കാരണം കേരളത്തിലെ ഉള്ളായിരുന്ന വർഗീയത ഇല്ലാതെ വോട്ട് വികസനം, രാഷ്ട്രീയം. ഇപ്പം നമ്മൾ എന്ന് രാവിലെ പത്രം വായിച്ചു കഴിഞ്ഞാൽ ആദ്യം SNDP, NSS, ജാതി ചോദിച്ചുള്ള വോട്ട്, അതെ, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിന് ഇനിയിപ്പോൾ പഴയതുപോലെ ഒരു ലെവലിലേക്ക് ഇനി കേരളം പോവോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും സംശയമാണ്. പണ്ട് EMSനെയും കെ കരുണാകരനെയും ഒക്കെ കാണിച്ചായിരുന്നു വോട്ട് പിടിക്കുന്നത്. അതെ അതെ, വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയൊക്കെ കാണിച്ച് വോട്ട് പിടിക്കേണ്ട ഗതികേടിലേക്ക് പാർട്ടികളെത്തി. ഇതിൽ കോൺഗ്രസ് ആണ് ഇതിനകത്ത് മുഖ്യം. തുടങ്ങി വെച്ചത് ശരിക്കും കോൺഗ്രസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഈ വർഗീയത തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും ഉറപ്പായിട്ടും. അത് BJP മുതലെടുത്തു. അതിന്റെ ഫലം കൊണ്ടുപോയത് BJP ആണെന്നേ. ശരിയാണ്. പൊതുവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഹിന്ദു സംഘടനകളും ഇവരെ എതിർക്കുമ്പോൾ, ലീഗിനെ എതിർക്കുമ്പോൾ അതിൻ്റെ ഒരു പക്ഷം പിടിച്ചു നിന്നുകൊണ്ട് ഇതെന്തോ വർഗീയമായി ഇവിടെ വലിയൊരു ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രചരണം കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു UDF ആണെന്ന് തോന്നുന്നു. കോൺഗ്രസ് അങ്ങനെ ഒരു പ്രചരണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രചരണം കൊടുക്കുന്നതിലൂടെ ഇവിടുത്തെ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്ന ഹിന്ദുക്കൾ ഈ സ്വാഭാവികമെന്നോണം UDFൽ നിന്ന് അകലുകയും, പിന്നെ തന്നെയല്ല ഇത് LDF ഉണ്ടാക്കി വെക്കുന്നത്. ഇപ്പം നമുക്കറിയാം, വളരെ പ്രമുഖമായി നമുക്കറിയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി പിണറായി വിജയൻ. അപ്പം പിണറായി വിജയൻ ഇത് ജയിക്കുന്നു, ഇപ്പം മുസ്ലിങ്ങളെ ആകപ്പാന കുറ്റം പറയിക്കുന്നു എന്ന് പറയുന്ന തോട്ടുണ്ടാക്കിയെടുക്കുകയാണ് ഇവിടെ. ശരിക്കും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഒരു ജനാധിപത്യപരമായി അല്ലെങ്കിൽ മതേതര പ്രവണതയോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ലീഗ് അങ്ങനെ തന്നെയാണ് എക്കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത്. ലീഗ് മറ്റുള്ള ന്യൂനപക്ഷ വർഗീയത പറഞ്ഞിട്ടുള്ള പാർട്ടികൾ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിലും ലീഗിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഇതുവരെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല. ചില നേതാക്കന്മാർ KM ഷാജിയെ പോലെ ചില നേതാക്കന്മാരൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ലീഗിലുള്ളത് നല്ല നേതാക്കന്മാർ തന്നെയാണ്. അതെ, ഏറ്റവും ഒടുവിൽ നമ്മുടെ മുനീറിന്റെ വാക്കുകൾ പാണക്കാട് തെങ്ങളോലും ഇതുവരെ മോശമായിട്ടൊരു കാര്യം പറഞ്ഞു. വർഗീയത പറഞ്ഞ പോലും കേട്ടിട്ടില്ല നമ്മൾ. അതെ, എവിടെയെങ്കിലും മതമാണ് പ്രശ്നമെന്ന് പോലും പുള്ളി പറഞ്ഞു കേട്ടിട്ടില്ല. ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഇയാളെ നമ്മുടെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനൊരു മതേതര മുഖമുണ്ട്. പക്ഷേ തെക്കൻ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസ് ഇതിനെ അങ്ങ് ലീഗിനെ വളരാൻ അനുവദിക്കാത്ത തരത്തിലേക്ക് അങ്ങ് മാറ്റിക്കൊണ്ടിരിക്കുക. അതാണ് ഞാൻ മുന്നേ പറഞ്ഞ കാര്യം. തെക്കൻ കേരളത്തിൽ ലീഗ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ജില്ലയിൽ മാത്രമല്ലേ ഉള്ളൂ. ആ ഒരു പേര് പറഞ്ഞിട്ട് ലീഗിനെ അകറ്റി നിർത്താൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ലീഗിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ലീഗിന് വളക്കൂറുള്ള മണ്ണ് തെക്കൻ കേരളത്തിൽ ഒരുപാട് സീറ്റുകളുണ്ട്. ലീഗിന്റെ ഭൂരിപക്ഷ വോട്ടിൽ അത് കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അല്ലെങ്കിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. കോൺഗ്രസ് ലീഗിന്റെ വോട്ടിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പല മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കോൺഗ്രസ്സുകാർ കളിക്കുന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തടഞ്ഞു നിർത്തുക, ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ കളിക്കുന്ന കളി. അങ്ങനെ ഒരു ചിന്താഗതിയാണ് കോൺഗ്രസിന് ഇത് പേര് പറയുന്നത് വെള്ളാപ്പള്ളിയുടെ ആണെന്നുണ്ടെങ്കിലും കോൺഗ്രസ്സുകാരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത്. പുറമെ ഉയർന്നു വരുന്ന പേര് വെള്ളാപ്പള്ളിയുടെ ആണെന്നേ ഉള്ളൂ. അപ്പൊ ഇവര് കോൺഗ്രസ്സുകാര് ലീഗിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ലീഗ് തെക്കൻ കേരളത്തിലേക്ക് വരാതിരിക്കുമ്പോൾ മറ്റു ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടാവുന്നുണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞ SDPI, ജമാഅത്ത് ഇസ്ലാമി, PDP തുടങ്ങിയ പാർട്ടികൾക്ക്, അതായത് ഒരിടത്തേക്ക് ഈ വോട്ടുകളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു സംഘടനയിലേക്കോ ഈ പറഞ്ഞ ന്യൂനപക്ഷ സമുദായങ്ങൾ ചെന്ന് ചേരുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം അവർ വളരുന്നതിന് കാരണമായി തീരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ SDPI എന്ന് പറയുന്ന ഒരിടത്ത് പലയിടങ്ങളിലും ശക്തമാണ്. തെക്കൻ കേരളത്തിൽ പൊതുവിൽ അവർ വലിയ ശക്തമായ നിലയിലേക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം ലീഗ് തെക്കൻ കേരളത്തിലേക്ക് എത്താത്തതിൻ്റെ ഒരു വലിയ പ്രശ്നമായി നമുക്ക് തന്നെ കാണാൻ പറ്റും. SDPI വളരുന്ന മണ്ഡലങ്ങൾ പലതും UDFിന്റെ മണ്ഡലങ്ങളാണ് കൂടുതലും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ UDFിന്റെ സീറ്റുകളാണ് കൂടുതലും SDPI വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിന്റെ ഈ ഒരു നിലപാട് മറ്റ് ഈ പറയുന്ന മതരാഷ്ട്രവാദികൾ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന PDP, SDPയുടെ ഒക്കെ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. കോൺഗ്രസ് പരമാവധി അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, രഹസ്യമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെയും. ലീഗിനെ മാത്രമല്ലല്ലോ. അതെ, തെക്കൻ കേരളത്തിൽ SDPയെ സപ്പോർട്ട് ചെയ്യും, വടക്കൻ കേരളത്തിൽ ലീഗിനെ സപ്പോർട്ട് ചെയ്യും. ഇതാണ് മൊത്തത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ശരിക്കും ഒരു പോര് നടക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ഒരു UDFിന്റെ നേതൃത്വത്തിലുള്ള ഒരു ന്യൂനപക്ഷ ചേരിയും ഇപ്പുറത്തോട്ട് മാറി ഒരു ഭൂരിപക്ഷ ചേരിയും എന്ന് പറയുന്ന തലത്തിലേക്ക് മാറും. അതെ, രണ്ട് പാർട്ടികൾ തമ്മിലല്ല ഇപ്പം
കേരളത്തിലെ മത്സരം. അതെ, ന്യൂനപക്ഷ ചേരിയും ഭൂരിപക്ഷ ചേരിയും എന്ന് പറയുന്ന രണ്ട് എന്ന രീതിയിലേക്ക് മാറ്റി. കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ച് കണ്ടിട്ടില്ല. മുൻപ് ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു വർഗീയത വന്ന് കണ്ടിട്ടില്ല. അതെ, പ്രധാന കാരണക്കാർ BJP എന്ന് പറയാൻ പറ്റത്തില്ല, UDF ആണ്. BJP ഇതിന്റെ എല്ലാം ഫലം അനുഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം. ശരിയാണ്. അവിടെ നിന്ന് BJPക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ വോട്ടുകൾ മറിയുന്നു. വേറൊരു ഈ പറയുന്ന പോലെ ഒരിടത്ത് ന്യൂനപക്ഷം ഏകീകരിക്കപ്പെടുമ്പോൾ ഇവിടെ ഒരു ഭൂരിപക്ഷം ഏകീകരിക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ ഭൂരിപക്ഷം ഏകീകരിക്കപ്പെടുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ SNDP യോഗത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ചിന്തകൾ എപ്പോഴും നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതെല്ലാം അയാളൊരു സംഘപരിവാർ അനുകൂല രീതിയിൽ തന്നെ അയാൾ പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പുള്ളി BDJS എന്ന് പറയുന്ന പാർട്ടിയുടെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ മകനാണ്. അപ്പം അവിടെ NSSുമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഐക്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നത് തുഷാർ വെള്ളാപ്പള്ളി ഒരു പാർട്ടി നേതാവിനെയാണ് പാർട്ടി നേതാവിനെ പറഞ്ഞു. അതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഈ UDF തന്നെ വളം വെച്ചു കൊടുക്കുകയാണ് ശരിക്കും വർഗീയതയ്ക്ക്. അതെ, തീർച്ചയായിട്ടും. ഇനി അങ്ങോട്ട് വരുന്നൊരു സാഹചര്യത്തിൽ അപ്പോൾ ലീഗ് അപ്പോൾ നമുക്ക് ഇപ്പം പറഞ്ഞനുസരിച്ച് കോൺഗ്രസ് ലീഗിനെ ഒരു കാരണവശാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറ്റിവിടില്ല. ഈ ഒരു ജില്ല പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇത് ഇവര് മനസ്സിലാക്കാതെ പോകുന്ന ലീഗ് തീർച്ചയായിട്ടും തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ലീഗിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എങ്ങനെയും ഭരണത്തിൽ വരിക എന്നുള്ളതാണ്. ഒരുപാട് സീറ്റുകൾക്ക് വേണ്ടി അവർ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം കോൺഗ്രസിന് 30 ചോദിക്കുന്നത്. തെക്കൻ കേരളത്തിൽ ഒരുപാട് കോൺഗ്രസിന് സഖ്യകക്ഷികൾക്ക് കൊടുത്തതിന് ശേഷം കോൺഗ്രസിന് തന്നെ മത്സരിക്കാൻ സീറ്റില്ല. അതവസ്ഥ. ലീഗിന് തെക്കൻ കേരളത്തിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് സീറ്റില്ല മത്സരിക്കാൻ. നമ്മളിപ്പോൾ കണക്കാക്കി കഴിഞ്ഞാൽ ഈ ലീഗ് തെക്കൻ കേരളത്തിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ഉപമുഖ്യമന്ത്രിയുമായിട്ട് മുഖ്യമന്ത്രി ലീഗിനും കൊടുക്കേണ്ട ഒരു ഉപമുഖ്യമന്ത്രി കോൺഗ്രസ് അങ്ങനെ വരും. ഈ 30 വരുന്ന സമയത്ത് തന്നെ 30 ലീഗിന് കൊടുത്തു. പിന്നെ വരുന്ന കേരള കോൺഗ്രസ് ജോസഫിന് കൊടുക്കേണ്ടി വരുമല്ലോ, ഒരു 10-15 സീറ്റ് ജോസഫിന് കൊടുക്കേണ്ടി വരും. അപ്പൊ തന്നെ 145 സീറ്റോളം അങ്ങനെ തന്നെ മാറുന്നുണ്ട്. പിന്നെ RMPക്ക് എന്തായാലും രണ്ട് സീറ്റ് എന്തായാലും RMPക്ക് കൊടുക്കേണ്ടി വരും. CMPക്കും കിടക്കുന്ന സീറ്റ് കിടക്കുന്നു. RSPക്ക് 4 കണ്ടാന്ന് തോന്നി. ഇപ്പം അൻവറിന് വേണ്ടിപ്പം ബേപ്പൂർ കൊടുത്തു. ഇനിയും 2 കൂടെ പുള്ളി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അൻവറിന് 3-4 സീറ്റ്. ഇപ്പൊ എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ഒരു സിംഹഭാഗവും മത്സരിക്കുന്ന ഘടകകക്ഷികളാണ്. അപ്പൊ ഈ ഉപമുഖ്യമന്ത്രിയുടെ ആവശ്യമില്ല ലീഗിന്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ലീഗിൽ തന്നെ ലീഗിൽ നിന്ന് തന്നെ ഒരാളെ കാര്യം. ഇപ്പം ഇയാള് അൻവർ ജയിക്കുകയാണെങ്കിൽ നമുക്കറിയില്ല. അൻവർ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അൻവർ ആ കൂട്ടത്തിലേക്കായി, ലീഗിലേക്കായി. പിന്നെ ഈ പറയുന്ന ബാക്കിയുള്ള ജോസഫിന്റെ കൂട്ടം മാത്രമേ ഉള്ളൂ മാറി നിൽക്കുന്നത്. പിന്നെ ആരെങ്കിലും SDPക്കാരിനി ഒരാളെ സ്ഥാനാർത്ഥി ജോസഫ് ലീഗിനെ പിന്താങ്ങി എന്ത് ചെയ്യാൻ പറ്റും? VD സതീശൻ ഉപമുഖ്യമന്ത്രിയും ലീഗിലെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആവേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതി വിദൂരമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എങ്ങനെ വന്നാലും അധികാരം പിടിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ നിൽക്കുകയാണ്. എന്ത് നീക്കുപോകാനും അവർ തയ്യാറാണ്. എങ്ങനെയാ അധികാരം പിടിക്കുക? പക്ഷെ ലീഗ് ഘടകകക്ഷികളൊന്നും പോകാനും പാടില്ല. ഘടകകക്ഷികൾ പോയി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഇല്ലല്ലോ. അതെ, കോൺഗ്രസ് തനിച്ച് കേരളത്തിൽ മത്സരിച്ച് നോക്കട്ടെ. 10 സീറ്റ് 15 സീറ്റ് കഷ്ടി കിട്ടും. 15 സീറ്റ് കഷ്ടി ഇത്രയുള്ളൂ. അതിന് മേലേക്കൊന്നും കോൺഗ്രസിന് വളരാൻ പറ്റില്ല. കോൺഗ്രസിന്റെ അടിത്തറ നഷ്ടമായിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു K. സുധാകരൻ ആ നിലയ്ക്ക് മുന്നോട്ട് പോയിരുന്നെങ്കിൽ, അതായത് സുധാകരൻ വിഭാവനം ചെയ്ത ഒരു കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിലും മെച്ചപ്പെട്ട ഒരു നിലയിൽ സുധാകരൻ അത്രയും പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ ഇത്രയെങ്കിലും കോൺഗ്രസിന് വളർച്ച ഉണ്ടായത്. അല്ലെങ്കിൽ കോൺഗ്രസ് അന്നേ നശിച്ചു പോകേണ്ടതാണ്. ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരു KPCC പ്രസിഡന്റ് ഉണ്ടെന്ന് പറയുന്നു. പുള്ളി ആർക്കും അറിയില്ല. അതെ, അവർക്ക് വീട്ടുകാർക്ക് പുള്ളി അധ്യക്ഷനാണോന്ന് അറിയത്തില്ല. അങ്ങനെ പോകുന്നൊരു അവസ്ഥയാണ് ശരിക്കും. കാരണം അന്ന് ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ യൂണിറ്റ് കമ്മിറ്റികൾ ശക്തിപ്പെടുത്താനും ഒരു സെമി കേഡർ സംവിധാനം കൊണ്ടുവരാനും ഒക്കെ യൂത്ത് കോൺഗ്രസ് ശക്തമാക്കി. അതെ, യൂത്ത് കോൺഗ്രസിനെ ശക്തമാക്കി. അതുകൊണ്ടൊക്കെ ഒരു മാറ്റം ഉണ്ടായിരുന്നു. അതെ, ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് സുധാകരൻ അതിനെ പാർട്ടിയെ കൊണ്ടുവന്നു. അതിന്റെ ഫലമാണ് ഈ അടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം കോൺഗ്രസ് കൊയ്തത്. പക്ഷേ സുധാകരൻ ആ സ്ഥലത്തിരിക്കുമ്പോൾ VD സതീഷിന് വൺമാൻ ഷോ കളിക്കാൻ പറ്റത്തില്ല. അതാണ് പുള്ളി ഒതുക്കി. ഇതാകുമ്പോൾ പിന്നെ ഇപ്പം എവിടെ ഏത് പത്രം എടുത്ത് നോക്കിയാലും ഏത് ഇന്റർവ്യൂ ആയാലും VD സതീശൻ. അതെ, ബൈറ്റിനകത്തെല്ലാം VD സതീശൻ. അല്ലാതെ KPCC പ്രസിഡന്റ് എവിടെയെങ്കിലും കാണാറുണ്ട്. ഏതെങ്കിലും മരണ വീട്ടിൽ പുള്ളി അനുശോചനം അറിയിച്ചെന്നും പറഞ്ഞൊരു വാർത്തയായിരിക്കും ചിലപ്പോൾ നമ്മൾ കാണുന്നത്. അതെ, അല്ലെങ്കിൽ വിഷലായിരിക്കും നമ്മൾ കാണുന്നത്. KPCC അധ്യക്ഷനെ കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വലിയ മാറ്റമൊന്നുമില്ല. കോൺഗ്രസിൽ ഇനിയിപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പണ്ട് നെഹ്റു ആണെന്ന് തോന്നുന്നു, പിന്നെ മുസ്ലിം ലീഗിനെ ചത്തകുതിര എന്ന് വിശേഷിപ്പിച്ച് എന്ന് പറയുന്ന പോലെ ഇനിയിപ്പം പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബോ സാദിഖ് അലി തങ്ങളോ ഒക്കെ വരുന്നുണ്ട്. ഇനിയിപ്പം കോൺഗ്രസിനെ ചത്തകുതിര എന്ന് വിദൂരഭാവിയിൽ അങ്ങനെ ഉണ്ടാവും. കാരണം ലീഗ് പൂർണ്ണമായും കളം പിടിച്ചു കഴിഞ്ഞു. കോൺഗ്രസിന്റെ അധ്യക്ഷന്മാർ ഒരു പരിധിവരെ ശക്തന്മാരായിരുന്നു ഇതിനു മുമ്പുള്ള. ചെന്നിത്തല ആയാലും മുരളീധരനായാലും സുധാകരനായാലും
ഇപ്പം കോൺഗ്രസ് അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും എല്ലാം ഒരാൾ തന്നെ ആയി ഒരാൾ തന്നെയാണ്. അതെ, ഇപ്പം നമ്മൾ നോക്കിയാൽ ശരിയാണ്. മുല്ലപ്പള്ളിക്ക് തൊട്ട് മുൻപ് വരെ മുല്ലപ്പള്ളി അത്ര പോരായിരുന്നു എങ്കിലും ഒരു അധ്യക്ഷൻ എന്ന് പേര് പറയാൻ ഒരാളുണ്ട്. അതെ, ഒരാളുണ്ടായിരുന്നു. സുധീരനുള്ളപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അതെ, വി എസ് സുധീരനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നല്ല കുറെ നല്ല നേതാക്കന്മാരുടെ പട്ടികയിലുള്ള നല്ല നേതാക്കന്മാരെ കോൺഗ്രസ് ഒരിക്കലും വളർത്തത്തില്ല. അങ്ങനെ പിന്നീട് വന്ന് കെ സുധാകരൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കെ സുധാകരൻ വന്നപ്പോൾ നമുക്കൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു, കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന മറ്റൊരു തലത്തിലേക്ക് പോകും. സെമി കേഡർ എന്ന് പറയുന്ന ഒരു വലിയൊരു സംവിധാനമാണ് പുള്ളി ഉദ്ദേശിച്ചത്, ഒരു സംഘടനാ സംവിധാനം. അത് കുറച്ചുകൂടെ അടിത്തറയിട്ട് മുന്നോട്ട് പോകും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. അതെ, അല്ല കേരളത്തിലുള്ളവർക്കും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, കോൺഗ്രസ് പൂർണ്ണമായി നശിച്ചു പോകണമെന്ന് താല്പര്യമില്ല. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ആരും വിചാരമില്ലല്ലോ. അതാണ് പ്രശ്നം. കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബദൽ എന്ന് പറയാൻ പറ്റില്ല. ഒരു CPM ആണെങ്കിൽ പോലും CPM ഒരു കോൺഗ്രസ് അവിടെ വേണം. അതെ, കാരണം ഒരു മതേതര മുഖം കോൺഗ്രസ് ഉണ്ടായിരുന്നു. അതാണ് ഉണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഈ VD സതീശൻ കോൺഗ്രസിന്റെ ഒരു മുൻനിരയിലേക്ക് വന്നപ്പോഴാണെന്ന് തോന്നുന്നു അത് പലപ്പോഴായി നഷ്ടപ്പെട്ടു പോയി. അത് ഈ വടക്കേന്ത്യ BJPക്ക് ബദലായി വളരാൻ തുടങ്ങിയ കാലം തൊട്ട് കോൺഗ്രസിന്റെ മതേതര മുഖം നഷ്ടപ്പെട്ടു തുടങ്ങി. ഒരു മൃദുഹിന്ദു സമീപനത്തിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഏകദേശം തെക്കൻ കേരളത്തിലും കർണാടകത്തിൽ ഇപ്പോൾ ഏകദേശം അങ്ങനെയാണല്ലോ. അങ്ങനെ അതെ അതെ, കർണാടകത്തിന് ശേഷം കേരളത്തിലോട്ടും അതിന്റെ ഒരു ഇത് വ്യാപിച്ചുകൊണ്ട് ഇപ്പം മൃദു ഹിന്ദു എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ന്യൂനപക്ഷ പ്രീണനമാണ് ഇവിടെ അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. എനിക്ക് തോന്നുന്നു ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടി സംസ്ഥാന സർക്കാർ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണോ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള കാരണം? അതൊരു മൃദു ഹിന്ദു സമീപനം LDF സ്വീകരിക്കുന്നു എന്നൊരു പേരുദോഷം വരുത്തി തീർത്തുകൊണ്ട് പോകാനുള്ള ശ്രമമായിരുന്നു. തീർച്ചയായിട്ടും കോൺഗ്രസ് ശ്രമിച്ച അതിനല്ലേ, അതിനെയല്ലേ വർഗീയത എന്ന് പച്ച മലയാളത്തിൽ പറയുന്നു. അവിടെ അതിലെവിടെ വർഗീയത ഇരിക്കുന്നു? CPM അത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ട കടമയാണ് ചെയ്തത്. UDF അധികാരത്തിൽ ഇരുന്നാലും UDF ചെയ്യണം. കാര്യം ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വികസന രേഖ അവതരിപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ട് UDF ആണെങ്കിൽ പോലും അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഒരു വികസനത്തിന് വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അത്. അതെ, അത് ഏകദേശം UDF തന്നെ തകർത്തു. എന്നിട്ട് അതിനെ വർഗീയതയാക്കി. അതെ, സഹകരിച്ചവരെല്ലാം വർഗീയവാദികളാക്കി മൊത്തം. മുഖ്യമന്ത്രി അടക്കം മുസ്ലിം വിരോധികളാക്കി മാറ്റി. മുസ്ലിം വിരോധികൾ അങ്ങനെ പറയുന്നതാണ് കറക്റ്റ്. മുസ്ലിം വിരോധി എന്നുള്ള നിലയിലേക്ക് അവരെല്ലാം ചാപ്പ് കിട്ടി. അപ്പോഴത്തേക്ക് അവർക്കാർക്കും ശബ്ദിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ശരിക്കും. പോരാത്തതിന് കോൺഗ്രസിന്റെ കൂടെ ലീഗും ഉണ്ട്, ഒരു വർഗീയ കക്ഷിയുണ്ട്, ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ചെയ്യുന്നവരെല്ലാം മുസ്ലിം വിരുദ്ധരല്ലേ? അതെ, ശരിയാണ്. എല്ലാ മുസ്ലിം സംഘടനകളും മാറി നിൽക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ സ്വാഭാവികമായിട്ടും മുസ്ലിം വിരുദ്ധരായി മാറും, ന്യൂനപക്ഷ വിരോധികളായി. ഗുണഭോക്താക്കൾ ശരിക്കും BJP ആണ്. അവർ അനങ്ങാതിരുന്നിട്ട് ഇതിന്റെ ഗുണം അനുഭവിക്കുന്നത് BJP ആണ്. അതെ അതെ, ഹിന്ദു വോട്ട് ഒരു സൈഡിൽ ഏകീകരിക്കുന്നു, ആരും അറിയാതെ ഏകീകരിക്കുന്നു. അത് BJPയിലോട്ട് പോകുന്നു, ഒരു വലിയ തോതിൽ BJPയിലോട്ട്. കാരണം അവർ ഏകദേശം അടിത്തറ ഉണ്ടായി കഴിഞ്ഞു. അവർക്കൊരു ഇത്ര പെർസെന്റേജ് അടിസ്ഥാന വോട്ട് BJPക്ക് ഇല്ലായിരുന്നു പണ്ട്. കാരണം ചില സമയത്ത് ചില ട്രെൻഡിന്റെ പുറത്ത് 15%, 17% വന്നിട്ടുള്ളതല്ല BJPക്ക് അടിസ്ഥാന വോട്ടുകളില്ലായിരുന്നു. ഒരു 30% അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം, വരുമായിരിക്കാം അങ്ങനെ ഒരു BJP. ഇത് ശരിക്കും പിന്നെ കേരളമാണ്, ഭയക്കേണ്ട ഒരു ട്രെൻഡാണ്. എന്നാലും കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ മാറാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും ലീഗിന് ആശ്വസിക്കാനുള്ള വകയുമായി ചിലപ്പോൾ ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് മാറാനുള്ള സാധ്യത നമ്മുടെ മുന്നിൽ തെളിയുന്നു. പക്ഷേ ജയിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കടമ്പയല്ലേ? അതെ, UDFന് ഭൂരിപക്ഷം കിട്ടിയാലേ ലീഗിന് മുഖ്യമന്ത്രിയൊക്കെ നേടാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അതെ, എന്തായാലും VD സതീശന് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം.